നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. എന്തൊരു കളിയായിരുന്നു. പഞ്ചാബ് 265 റണ്ണ് ചേസ് ചെയ്തു, ജയിച്ചു 6 വിക്കറ്റിന്. 18.5 ഓവറിൽ കളി അവർ ചേസ് ചെയ്ത് 265 റണ്ണേ. 7 പന്ത് അപ്പോഴും ബാക്കിയാണ്. ഈ നിലയ്ക്കായിരുന്നെങ്കിൽ അവർ 300 അടിക്കും. ആ നിലയിലുള്ള കളിയായിരുന്നു. എന്താണ് കളി! ആദ്യം ഡൽഹി 20 ഓവറിൽ 264 റൺ എടുത്തപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് ഡൽഹി ജയിച്ചു. ഈ സീസണിൽ പഞ്ചാബിനെ, കൂറ്റന്മാരായ പഞ്ചാബിനെ ആദ്യമായിട്ട് ഒരു തോൽവി സംഭവിക്കും എന്ന് നമ്മൾ കരുതി. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. പഞ്ചാബ് ഡൽഹിയെയും 265 റൺ എന്ന കൂറ്റൻ വിജയലക്ഷ്യവും മറികടന്നു. അവരുടെ തുടക്കം തന്നെ പഞ്ചാബിൻ്റെ 6 ഓവറിൽ, ആദ്യത്തെ പവർ പ്ലേയിൽ 6 ഓവറിൽ 116 റണ്ണാണ് വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ അടിച്ചെടുത്തത്. എന്തൊരു കളിയാണ്! പ്രഭ്സിംഗ് സിമ്രാൻ 26 പന്തിൽ 76 റണ്ണാണ് അടിച്ചത്. പ്രിയാൻ ഷാരിയ 17 പന്തിൽ 43 റണ്ണാണ് അടിച്ചത്. അങ്ങനെ തന്നെ 116 പിന്നെ കൂടുതലൊന്നും വല്ലാതെ അധ്വാനിക്കേണ്ടത് ശ്രേയസ് അയ്യർ അധ്വാനിക്കുകയും ചെയ്തു. 36 പന്തിൽ 71 റണ്ണെടുത്ത് പുറത്താകാതെ നിന്നു ക്യാപ്റ്റൻ. 7 സിക്സാണ് ക്യാപ്റ്റൻ അടിച്ചത്. പക്ഷേ ഒരു കാര്യമുണ്ട്, 28-ലും 35-ലും നിൽക്കെ ശ്രേയസ് അയ്യരുടെ ക്യാച്ചുകൾ, ഈസി ക്യാച്ചുകൾ കരുൺ നായർ വിട്ടുകളഞ്ഞു. ഈസി ക്യാച്ചുകൾ. ആ ക്യാച്ചുകൾ എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഡൽഹി ജയിച്ചേനെ. അങ്ങനെ നമ്മൾ കരുതണം. കാരണം പിന്നീട് വരാനുള്ള മാർക്കസ് സ്റ്റോയിനസ് ഒക്കെ ഉണ്ട്, അവർ അടിച്ചെടുക്കാം വേണമെങ്കിൽ. പക്ഷേ ശ്രേയസ് അയ്യരുടെ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ ഡൽഹിക്ക് കുറേ കൂടി സാധ്യത ഉണ്ടായിരുന്നു കളിയിൽ. പക്ഷേ തുടർച്ചയായ 2 ഓവറുകളിൽ നിഗമിൻ്റെയും കുൽദീപ് യാദവിൻ്റെയും 14-15 ഓവറുകളിൽ കൊടുത്ത ക്യാച്ച്, ഈസി ക്യാച്ചുകൾ, വളരെ നിസ്സാരമായ ക്യാച്ചുകൾ കരുൺ നായർ വിട്ടുകളഞ്ഞു. അതോടുകൂടി ശ്രേയസ് അയ്യർ ഗിയർ ചേഞ്ച് ചെയ്യുകയും അടിച്ച് തകർക്കുകയും ചെയ്തു. എന്തായാലും 7 പന്ത് ബാക്കി നിൽക്കെ ഡൽഹിയുടെ കഥ കഴിച്ചു പഞ്ചാബ്, അതും വെറും 4 വിക്കറ്റ് നഷ്ടപ്പെടുത്തിയിട്ട്. അപ്പോൾ പഞ്ചാബിനെ തോൽപ്പിക്കാൻ ഈ സീസണിൽ, ഈ IPL ആരുമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇത്തവണ എന്തായാലും ജയിച്ചേ മതിയാവൂ, കിരീടം എടുത്തേ മതിയാവൂ. പലപ്പോഴും ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ട കിരീടം ഇത്തവണ നേടിയേ കഴിയൂ എന്ന നിലയിലാണ് പഞ്ചാബ് മുന്നോട്ട് പോകുന്നത്. അവരുടെ ശ്രേയസ് അയ്യരും പ്രഭ്സിംഗ് സിമ്രാനും പ്രിയാൻ ഷാരിയും ഒക്കെ അതിന് ഒത്ത വിധം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം KL രാഹുലിൻ്റെ ഒരു ഉഗ്രൻ മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ് നിർഭാഗ്യവശാൽ തോൽവിയുടെ ഭാഗമായി എന്നത്, നിതീഷ് റാണയുടെ 44 പന്തിൽ എടുത്ത 91 റണ്ണ്, ഇതെല്ലാം എടുത്തിട്ടും തോൽക്കേണ്ടി വന്നു എന്നുള്ളത് നിരാശാജനകമാണ്. എന്തായാലും അന്തിമ വിശകലനത്തിൽ പഞ്ചാബ് തന്നെയാണ് വിജയം അർഹിച്ചത് എന്നതാണ് സത്യം.